നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു കളിയാണ് പെപ്പ കളിച്ചത്. 41കാരനാണ് ഈ രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ യൂറോ കപ്പിൽ ഇതുവരെ നടന്ന മത്സരങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും മികച്ച സെന്റർ ബാക്ക് എന്ന് പോലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അത്രയും മികച്ച രൂപത്തിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രസീലിൽ ജനിച്ച് പോർച്ചുഗലിനായിട്ട് കളിക്കാൻ തീരുമാനിച്ച താരം ഈ പ്രായത്തിലും അവർക്കായിട്ട് സർവം സമർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ തുർക്കിയെക്കെതിരെയുള്ള മത്സരത്തിൽ കണ്ടത്. പോർച്ചുഗൽ തുടർച്ചയായ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഇതാ യൂറോ കപ്പിൻ്റെ പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു. എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. റയാൻ ഒഹൻലൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇനി ഒരു 40 വയസ്സോ അതിലധികമോ പ്രായമുള്ള ഒരാൾ ഇങ്ങനെ പ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. ഒരു മേജർ ടൂർണമെൻറ്റിൽ ഇങ്ങനെ പ്രകടനം നടത്തുന്നത് കണ്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പാക്കുക, പോർച്ചുഗലിൻ്റെ എല്ലാ മത്സരവും അതിൻ്റെ എല്ലാ മിനിറ്റും നിങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കൊള്ളണം. കാരണം പെപ്പയെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള അപൂർവമായ അവസരമാണ്. ഈ പ്രായത്തിലുള്ളൊരു താരം ഇങ്ങനെ കളിക്കുന്നത് എൻജോയ് ചെയ്യാനുള്ള അപൂർവമായ അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 100% അത് ശരിയാണെന്ന് പറയേണ്ടി വരും. 83ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിക്കുന്ന ആ ഘട്ടമുണ്ടല്ലോ, ആ ഘട്ടത്തിൽ ഇരു ടീമിൻ്റെയും ആരാധകർ എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്താ പറഞ്ഞു വിട്ടത്. കാരണം അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കളിക്കളത്തിലെ പ്രകടനം. കണക്കുകളും നോക്കുക, 97% പാസിംഗ് ആക്യുറസി, 7 ക്ലിയറൻസുകൾ അദ്ദേഹം നടത്തുകയുണ്ടായി, 4 ഹെഡഡ് ക്ലിയറൻസുകൾ ഉണ്ടായിരുന്നു, 4 റിക്കവറീസ് ഉണ്ടായിരുന്നു, 4 ഗ്രൗണ്ട് ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. 7 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 4 എണ്ണം അദ്ദേഹം വിൻ ചെയ്തു. 2 പാസസ് അദ്ദേഹം ഫൈനൽ തേർഡിലേക്ക് കൊടുത്തു. ഒരു സംശയവും വേണ്ട, പ്രായം വെറും നമ്പർ മാത്രമാണ്. ഫുട്ബോളിനോടുള്ള പാഷൻ ഉണ്ടെങ്കിൽ ഏത് പ്രായത്തിലും ഏത് ലെവലിലും കളിക്കാൻ കഴിയുമെന്ന് അടിവരയിട്ട് തെളിയിക്കുകയാണ് പെപ്പ എന്ന പോർച്ചുഗീസ് സൂപ്പർ താരം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.